ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പുത്തരിക്കണ്ട മൈതാനത്തേക്കാണ് പോകുന്നത്. ഒരു ഈവനിങ് ടൈമൊക്കെ ആയപ്പോഴാണ് പോയത്. അതുകൊണ്ട് തന്നെ പ്രത്യേക ഭംഗിയായിരുന്നു കാണാനായിട്ട്. നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു അകത്തോട്ട് കയറിയപ്പോൾ തന്നെ കാറ്റും, സൈഡിൽ വേസ്റ്റ് ബോക്സും, സൈഡിലാണെങ്കിൽ കുടിക്കാനുള്ള വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു അകത്തേക്ക് കയറിയപ്പോൾ തന്നെ. വൈകിട്ട് നടക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അകത്തോട്ട്. ജസ്റ്റ് കയറിയപ്പോൾ അതൊന്നും കണ്ടില്ല, പക്ഷേ അകത്തോട്ട് നല്ല ആളുണ്ടായതുപോലെ നമുക്ക് ഫീൽ ചെയ്തു. സൈഡിൽ ഇരിക്കാനൊക്കെ ആയിട്ടുള്ള നല്ല സ്പേസ് ഉണ്ടായിരുന്നു. ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കാനും അതിൻ്റെ കൂടെ കാറ്റും മരങ്ങളൊക്കെ കാണണം, എന്താ രസമായിരുന്നു. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ഊഞ്ഞാലും പിന്നെ ആണെങ്കിൽ നമുക്ക് ജിം സെറ്റപ്പ് ഒക്കെ ഉണ്ടായതുകൊണ്ട് നല്ല രസമായിരുന്നു അത് കാണാനായിട്ട്. കുറച്ച് നേരം ഞാൻ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. എന്നിട്ട് സൈഡിലൂടെ കാണുന്ന സ്കൈ ഒക്കെ കാണാൻ പ്രത്യേക ഭംഗിയായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നല്ല സ്പേസ് ഉണ്ടായിരുന്നു അകത്തോട്ട് നടക്കാനായിട്ട്, ഒരുപാട് ഉണ്ടായിരുന്നു നടക്കാനൊക്കെ ആയിട്ട്. പിന്നെ സൈഡിൽ ഫുള്ള് ഇങ്ങനെ ചെടികളും പൂക്കളൊക്കെ ആയിട്ട് മരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം നല്ല രസമായിരുന്നു കാണാനായിട്ട്. ഈ സ്കൈ എടുത്ത് പറയേണ്ടത് തന്നെ കേട്ടോ, നല്ല രസമായിരുന്നു ആ ഈവനിങ് ടൈമിൽ ഇത് കാണാനായിട്ടൊക്കെ ആയിട്ട്. ജസ്റ്റ് അകത്തോട്ട് നടന്നപ്പോൾ സൈഡിലൊരു മരത്തിൽ നിറച്ചിങ്ങനെ പൂവുണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് അതൊക്കെ ഞാൻ നോക്കിയിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്ത് അത് കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. ഇങ്ങനെ നിന്ന് ഫുള്ള് ഇങ്ങനെ കുറച്ച് പൂക്കളൊക്കെ താഴെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ പോയി അടുത്ത് പോയിട്ട് ഇങ്ങനെ നോക്കുമായിരുന്നു. അതൊക്കെ കണ്ട് സൈഡിലാണ് മറ്റേ വാഷ്റൂമും ഈ ആർട്ട് ആൻഡ് ഗ്യാലറിയൊക്കെ ഉണ്ടായിരുന്നു. ആർട്ട് ആൻഡ് ഗ്യാലറി, യോഗ അതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ പോയി ജസ്റ്റ് അവിടെ അടുത്ത് പോയി ഞാൻ നോക്കുകയൊക്കെ ചെയ്തു. പിന്നെ വാഷ്റൂം അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു കേട്ടോ, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആണെങ്കിൽ അപ്പോൾ തന്നെ ഒരു കുറച്ചുകൂടി ഇരുട്ടി വരുമ്പോഴത്തേന് ലൈറ്റിംഗ് ഒക്കെ ഇട്ടു. അപ്പം അത് കാരണം നല്ല രസമായിരുന്നു കാണാനായിട്ട്. നമുക്ക് വൈകിട്ട് ഒരു ഈവനിങ് ടൈമൊക്കെ ആകുമ്പോഴത്തേന് ഇങ്ങനെ സൈക്ലിംഗ് ഒക്കെ ചെയ്യാൻ നല്ല രസമുണ്ടാവും അതിലെ കൂടെ. പക്ഷേ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്തു എനിക്ക് സൈക്ലിങ്ങിനുണ്ടെങ്കിൽ സൈക്കിൾ ചെയ്യാമായിരുന്നല്ലോ. നല്ല രസമായിരുന്നു കാണാനൊക്കെ ആയിട്ട്. പിന്നെ ഓരോ ഭാഗത്തും ഇങ്ങനെ എന്താ പറയുക ജിം സെറ്റപ്പൊക്കെ ഉണ്ടായതുകൊണ്ട് എല്ലാവരും വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് രസമായിരുന്നു. കാരണം നമുക്ക് ഈവനിങ് ടൈം ഇങ്ങനെയൊക്കെ സമയം സ്പെൻഡ് ചെയ്യാമല്ലോ ഇവിടെയൊക്കെ. അതുകൊണ്ട് നല്ല രസമായിരുന്നു അതൊക്കെ കണ്ടിട്ട്. അപ്പോൾ തന്നെ നമ്മൾ നല്ലപോലെ ഇങ്ങനെ ഒരു 8 മണി വരെയുള്ള ടൈം, അപ്പോൾ നമ്മൾ ജസ്റ്റ് അപ്പോൾ തന്നെ ഇറങ്ങാൻ പോവുകയാണ്. അപ്പം അതൊക്കെ കണ്ടിട്ട് നല്ലപോലെ ലൈറ്റൊക്കെ ഇരുട്ടിയൊക്കെ തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ ഇറങ്ങുകയാണ്. പുറത്താണെങ്കിൽ കുട്ടികളുടെ സ്കേറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് നല്ല കുഞ്ഞു പിള്ളേരൊക്കെ പഠിക്കുന്നതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. കണ്ടില്ലേ? കണ്ടിട്ട് നമ്മൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.